നമസ്കാരം. ഇന്ന് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റിച്ച് ഗോഡിനെ കുറിച്ചാണ് പറയുന്നത്. റിച്ച് ഗോഡ് എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, നമ്മുടെ മലയാളത്തിൽ പീച്ചിങ്ങ തന്നെയാണ്. പീച്ചിങ്ങയ്ക്കുള്ള ഔഷധ ഗുണങ്ങൾ അല്ലെങ്കിൽ പീച്ചിങ്ങ നമ്മുടെ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം, ഏതൊക്കെ രോഗങ്ങൾക്ക് അത് വളരെ ഉത്തമമാണെന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കാട്ടുപടവലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്നും അത് ഡയറ്റിലൊക്കെ എങ്ങനെ ഉൾപ്പെടുത്താമെന്നും അതുപോലെ തന്നെ കൊളസ്ട്രോളിനും ഡയബറ്റീസിനൊക്കെ അത് എത്രത്തോളം ഫലപ്രദമാണെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ വീഡിയോ കണ്ടു നോക്കാം. ഇത് നമ്മൾ രണ്ട് വെറൈറ്റിയിൽ കാണപ്പെടുന്നുണ്ട്. ഒന്ന് കൈപ്പോട് കൂടി സംസ്കൃതത്തിൽ കോഷ്ടകി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ കയ്പില്ലാതെ സംസ്കൃതത്തിൽ രാജകോഷ്ടകി എന്നറിയപ്പെടുന്ന മറ്റൊരു വെറൈറ്റിയും ഉണ്ട്. ഈ കൈപ്പോട് കൂടിയുള്ള വെറൈറ്റി നമ്മൾ ഉപയോഗിക്കുന്നത് ഔഷധ ഗുണങ്ങൾ, അതായത് മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആയുർവേദത്തിലെ ചില ട്രീറ്റ്മെന്റ്സിന് അതിന്റെ ജ്യൂസുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ആസ്മ കണ്ടീഷനിലൊക്കെ നമ്മളത് ഉപയോഗപ്പെടുത്താറുണ്ട്. എന്നാൽ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കയ്പോട് കൂടിയ വെറൈറ്റി അല്ല, കയ്പില്ലാതെ നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന പീച്ചിങ്ങിനെ കുറിച്ചാണ്. അത് നമ്മൾ ദിനവും അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, ഏതൊക്കെ രോഗങ്ങൾക്ക് ഇത് സഹായകരമാണ്, കുറയ്ക്കാൻ ഏതൊക്കെ രോഗങ്ങൾ ഇത് കുറയ്ക്കാൻ സഹായകരമാണ്, എന്തിനൊക്കെ ഇത് ഉപയോഗപ്പെടുത്താനും നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം. അപ്പൊ ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഐ വിഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. കാരണം വൈറ്റമിൻ എ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് ഐ വിഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന വെജിറ്റബിൾ ആണ്. രണ്ടാമതായി അനീമിയ. ഇന്നും ചെറിയ കുട്ടികൾ വരെ അനീമിക് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ സോ വൈറ്റമിൻ B6 ഒക്കെ ആവശ്യകതയുണ്ട്. അപ്പോൾ അനീമിയ ആയിട്ടുള്ള കുട്ടികൾക്കും മറ്റു വ്യക്തികൾക്കും ആയാലും നമുക്കിത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒബിസിറ്റി ഉള്ളത് നമുക്ക് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു വെജിറ്റബിൾ ആണ്. കാരണം ഡയറ്റ് പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ലതാണ്. അതുപോലെ ഡയബറ്റീസിനും ഇത് വളരെ നല്ലതാണ്. കാരണം ഇതിൽ ഫൈബർ കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കലോറീസ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്തുന്നത് മൂലം ഡയബറ്റീസിന്റെ പ്രശ്നവും ഒബിസിറ്റിയും ഒരേ സമയം തന്നെ കുറയ്ക്കാവുന്നതാണ്. സോ റിച്ച് ഗോഡ് അങ്ങനെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിൽ ലിവറിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷൻസിനും അതുപോലെ തന്നെ ബൈൽ ഫംഗ്ഷൻസിനും എല്ലാത്തിനും വളരെ നല്ലൊരു ചോയ്സ് ആണ് റിച്ച് ഗോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലിവർ സംബന്ധമായ പ്രശ്നമുള്ളവർക്കും ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത കൂളന്റ് ആയതുകൊണ്ട് നല്ല വാട്ടർ കണ്ടന്റ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഇത് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവർക്ക് ഉപയോഗപ്പെടുത്താം. ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രശ്നങ്ങളുള്ളവർക്കും സ്റ്റൊമക്കിനുള്ളിൽ എന്തെങ്കിലും എരിച്ചില് പോലെ തോന്നുന്നത് അല്ലെങ്കിൽ വയർ സംബന്ധമായ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രശ്നമുള്ളവർക്കും ഇത് ഉപയോഗപ്പെടുത്താവുന്ന ഒരു വെജിറ്റബിൾ ആണ് റിച്ച് ഗോഡ്. ഞാൻ പറഞ്ഞല്ലോ, നല്ല കൂളിംഗ് വെജിറ്റബിൾ ആണെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡീഹൈഡ്രേഷനും അത് സ്കിന്നൊക്കെ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് തോന്നുന്നവർക്കും അതുപോലെ അത് സംബന്ധമായ ചില രോഗങ്ങൾ വരുന്നവർക്കുമൊക്കെ ഈ വെജിറ്റബിൾസ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ദിനവും കഴിക്കാവുന്ന ഒരു വെജിറ്റബിൾ ആണ്. പ്രശ്നമൊന്നും തന്നെയില്ല. നമുക്ക് മിനിമം ക്വാണ്ടിറ്റി ദിനവും ഇത് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ കാര്യം ക്ലിയർ ആയിട്ടുള്ള ആക്നെ ഒക്കെ കുറഞ്ഞിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ഹെൽത്തി സ്കിന്ന് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഗ്ലോയിങ് സ്കിൻ ആഗ്രഹിക്കുന്നവർ, അതായത് ബ്ലഡ് ഫ്ലോ ഒക്കെ ഇത് കുറച്ച് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ വെജിറ്റബിൾ ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ സീസൺ ചേഞ്ചസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഇതിൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഈ വെജിറ്റബിൾ സഹായിക്കുന്നുണ്ട്. പോരാതെ തയാമിനും റൈബോഫ്ലോവിനും എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ വെജിറ്റബിളിനെ അങ്ങനെയും ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്നാൽ പ്രഗ്നന്റ് ലേഡീസും മുലയൂട്ടുന്ന അമ്മമാർ അല്ലെങ്കിൽ ഫീഡിങ് ചെയ്യുന്ന അമ്മമാരും ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക. കാരണം ഇതിന് ഫൈബർ കണ്ടന്റും കൂളിങ്ങും വാട്ടർ കണ്ടന്റും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ചിലവർക്കെങ്കിലും ലൂസ് മോഷൻസോ അല്ലെ ഡയറിയയ്ക്ക് ചാൻസസ് വരാറുണ്ട്. മേ ബി നമ്മൾ ഒരുപാട് ജ്യൂസ് ആയിട്ടൊക്കെ ഇത് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഓവർ ക്വാണ്ടിറ്റി ആയിട്ട് കഴിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാ ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ടെങ്കിൽ നമ്മളിത് ചിലപ്പോൾ ഓവറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ സപ്പോസ് ഇവർക്ക് ഈ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ അതിന്റെ ക്വാണ്ടിറ്റി ശ്രദ്ധിച്ച് കഴിക്കേണ്ടതാണ്. മാക്സിമം ഇവരൊക്കെ ജ്യൂസ് ആയിട്ട് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. നിങ്ങൾക്ക് ഫ്രൈ ആയിട്ടോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കുറച്ച് കറിയായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതിന് പ്രശ്നമൊന്നും ഉണ്ടാകുന്നതല്ല. നല്ലൊരു ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു വെജിറ്റബിൾ തന്നെയാണ് റിച്ച് ഗോഡ് എന്ന് പറയുന്നത്, ഈ പീച്ചിങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ സോ ഇത്രയൊക്കെയാണ് ഇതിന്റെ മെയിനായിട്ടുള്ള ഉപയോഗം. അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിനും ലിവറിനും സ്റ്റൊമക്കിനും ഇൻറ്റസ്റ്റൈനും എല്ലാത്തിനും വളരെ നല്ല, അതായത് ഈ ഒരു വെജിറ്റബിൾ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാട്ടുപടവലത്തിന്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒറ്റ വെജിറ്റബിൾ കൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും വൈറ്റമിൻസും എല്ലാം ലഭിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വെജിറ്റബിൾ നന്നായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ നമസ്കാരം.